ഫേമസ് ആയി കുറച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് പരി മഹൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പിന്നെ ഷാലിമോർ പിന്നെ ഹയർവാഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഹയർവാഡ് പിന്നെ ഓൾഡ് സിറ്റി പോകണം. പിന്നെ ഓൾഡ് സിറ്റി ബസ് കറങ്ങലേക്കാണ് ചിലപ്പോൾ. ഒക്കെ ഇവിടുന്ന് ഓട്ടോറിക്ഷ പോയാൽ മതി. ഇങ്ങനെ ലൈന് ഇതാണ് ലോക്കൽ സ്ട്രീറ്റിൽ കാണാനുള്ളത്. ശ്രീനഗറിൽ മസ്ജിദ് ഹസരത്ത് മഹൽ എന്ന സ്ഥലം. മസ്ജിദുൽ ഹസരത്ത് മഹൽ എന്ന സ്ഥലത്തു നിന്നാണ് ഇന്നത്തെ ജുമുഅ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം ചെയ്യാം. ഓക്കെ, ഞങ്ങൾ ഇന്ന് ചായ അടിച്ച് വരാം. അതല്ലത് 10-7 അവിടേക്കാരും ചിലപ്പം ഇവിടെ നിൽക്കണിൽ ഏതെങ്കിലൊക്കെ ഒരു ഇതിൽ തുണിയും കുപ്പായം ചിക്കിട്ട് നമ്മളീ മുന്നിലാക്കി ഹോങ്കോങ് सुपरा वो अपन का नदी है ना, बहुत जोर से आएगा पानी, उसमें चलाते हो। इसमें है ना और भी बड़ा हो जाएगा, मुमकिन 30-35 वो चलाते हो. ഓനെന്തെത്ത് വെള്ള കളി ചിക്കാറിയില്ല പൈത്തോയില്ല. സജീബ് കറുത്ത് വെയിലുണ്ട്. സാധനം ചോത്ത് കൊടുത്തോളാം. ഓനിപ്പം പോയി തട്ടു. അങ്ങനെ മക്കളെ ഞങ്ങളെ റൂമിലെത്തി. ഇനി ഒന്ന് കടക്കട്ടെ സുഖമായിട്ട്. അത് തുറന്നാണി മക്കളെ. ആ താമര വിരിഞ്ഞി അത് രാവിലെ കടപ്പം ചെറുതല്ലേരിയോ. ഞങ്ങൾക്ക് 2 ദിവസത്തിന് 4500 റുപ്യക്കാണ് ഈ ഹൗസ് ബോട്ട് കിട്ടിയിരിക്കുന്നത്. 2 ദിവസത്തിന് 4500 റുപ്യക്ക്. നമ്മളിവിടെ വന്നാൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നല്ലോണം ബാർഗെയിൻ ചെയ്യണം. ബാർഗെയിൻ ചെയ്യാതെ ഒരു രക്ഷയില്ല. ഇന്നലെ രാത്രി 15000 റുപ്യ പറഞ്ഞു ബോട്ടിന്. 15000 പറഞ്ഞ് 10000 പറഞ്ഞ് 10000 പറഞ്ഞ് 6000 പറഞ്ഞ് ലാസ്റ്റ് 4500 റുപ്യക്കാണ് ഈ ഹൗസ് ബോട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചേഞ്ച് കരോ എന്താ അതാണ്. പിന്നെ അതിലൊരു ചെറിയൊരു കോടിപ്പടി, നല്ല രസമുണ്ട് അതൊക്കെ കാണാം. ആ കോടിപ്പടിൻ്റെ മുകൾക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിൽക്കാം. പിന്നെ കിച്ചൺ ഉണ്ട്. ഇതാ കിച്ചൺ അതൊക്കെ കണ്ടോളൂ. ചെറിയ കിച്ചണായി കയറട്ടെ. നിങ്ങൾ വിചാരിച്ച കിച്ചണൊന്നും ഉണ്ടാവില്ല. ഒരു ചായ കുടിക്കാൻ പറ്റിയിട്ട് ചെറിയൊരു കിച്ചണ്. പിന്നെ അതുപോലെ തന്നെ 3 ബെഡ്റൂം. എന്താ ഇതും ഒരു ബെഡ്റൂമാണ്. പിന്നെ ഇങ്ങനെ പോയിട്ട് എന്താ ഇതും ഒരു ബെഡ്റൂമാണ്. ചാർജ് കയറ്റില്ലേ. എന്താ ഇതും ഒരു ബെഡ്റൂമാണ്. ഇൻവെർട്ടറിൽ ചാർജ് കയറൂലടാ. ബാത്റൂമിൽ ലൈറ്റ് എത്തിൻ്റെ ഒക്കെ ബാത്റൂമിൽ ലൈറ്റ് എത്തില്ല. എന്നാൽ സോറായി. കറണ്ടിൻ്റെ പ്രശ്നം ഇവിടെ നല്ലോണം ഉണ്ട്. വെയിലിൻ്റെ ചൂടിൻ്റെ കുറഞ്ഞ പിന്നെ നിറച്ചിട്ട് പെരുകുന്ന ആൾക്കാർ. ചായടാ മറ്റേ ഇതുണ്ടോക്കി അവിടെ കാപ്പി പോയത് ഭയങ്കര അതിൻ്റെ പറ്റി. तंडाड़ी चाचा तंडाड़ी हाँ मछली पकड़ते हाँ नहीं कल देखा आज देखो कल दिखाएगी ठीक है यात्रा है രണ്ടാമത്തെ യാത്രയാണ് കായലിലൂടെ മീൻ്റെ റൈഡ് കായലിലൂടെ അങ്ങനെ വെറുതെ അങ്ങനെ ഒരു യാത്ര വാട്ടർ ആംബുലൻസ് ഒരു ആംബുലൻസ് ആണ് പോകുന്നത് ഏതോ ഒരു സംഭവം നടന്നത്
ഇനി ഇന്ന് രാത്രി ഞങ്ങൾ ശ്രീനഗർ കറങ്ങിയാണ്. അപ്പം ആദ്യം ഒരു പർച്ചേസിങ് സെൻറ്റർ ഉണ്ട്, ഷാളുകളൊക്കെ കിട്ടുന്നത്, അത് പോയി നോക്കിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ബസ് യാത്ര ഉണ്ട്. ബാക്കിയുള്ളത് എങ്ങനെയാണെന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതേമാതിരി അവിടെ വിസിറ്റ് ചെയ്തോ. ഗുൽമാർഗും അതേമാതിരി നമ്മളെ ടൗണിലുള്ള ഒരു ബസ് യാത്ര ശ്രീനഗർ മൊത്തം കറങ്ങിയ ഒരാൾക്ക് 100 റുപ്യ, അതാണ് നമ്മളെ. അപ്പം എല്ലാവരും കയറും, ടൗൺ മൊത്തം ഇങ്ങനെ കറങ്ങിയിട്ട് ഇവിടെ തന്നെ കൊണ്ടാക്കും. 1 മണിക്കൂർ യാത്രയാണ്, നല്ല രസമുള്ള യാത്ര. ഞങ്ങൾ ഫസ്റ്റ് പോവുകയാണ്. എവിടെ ഇറക്കണ ഞങ്ങൾ അവിടെ ഇറക്കും ചോദിച്ചു. ആളില്ലെങ്കിൽ പോകൂല എന്ന് പോലെ ആദ്യം തന്നെ പറഞ്ഞിട്ട് ആളുണ്ടാടെ ഇതോട്ടുള്ള മെച്ചത്തറിഞ്ഞ് മെച്ചെന്താ വെച്ചാല് കരണ്ട് കമ്പിപ്പോ തൊട്ടുമ്പോ ഞങ്ങളൊക്കെ കണ്ടു കമ്പിയിലോട്ടെ സൂപ്പർ വൈബാണ് കേട്ടോ. ബസ് യാത്ര വരണം, ആസ്വദിക്കണം. കാശ്മീർ വരേണ്ട ഈ ബസ് യാത്ര എന്തെങ്കിലും ചെയ്യണം, നല്ല വൈബാണ്. അതൊരു 6 മണിക്കാകുമ്പോൾ ഒന്നും കൂടി ടോപ്പ് ചെയ്യാം. जून जुलाई इतना भीड़ है कि नहीं की बात है नहीं ना होटल मिलेगा होटल तो बुकिंग में ज्यादा है ना उस वक्त बहुत पैसा है उसी वक्त है यात्रा ही भी है उस वक्त यात्रा ही अच्छा अच्छा ऑनलाइन बुकिंग ना हो जून जुलाई हाँ तो पहले ही कह रहा है कि बाद में बहुत मुश्किल है Okay, thank you. I am famous YouTuber from Kerala. Okay. ഈ ബസ് ഒരു സംഭവം കേട്ടോ.
ഇതിൽ പോണ യാത്രയാണ് സൂപ്പറാണ്, സൂപ്പർ വൈബാണ് കേട്ടോ. ഷാജിയാ അതല്ലേ മറ്റേ ഇതിനെ പറ്റിയിട്ട് നമ്മൾ വാങ്ങിയ സാധനത്തിനെ പറ്റിയിട്ടേ ഇന്നത്തെ പരിപാടി നമ്മൾ അതിനൊന്നും പറയണ്ട. അപ്പൊ നല്ല മീൻ പൊരിച്ചു നമുക്ക് അവനെ മനസ്സിലായില്ലേ? ആര് പോകാനല്ലേ? ഓ അതിന് ഇവരൊക്കെ തന്നെയാണ് ഇത് കമ്മീൻ്റെ ആൾക്കാരാണ്. ഞാൻ അവനോട് അവനെ പറ്റിയിട്ട് ഒന്നും പറയണ്ട. ഇനി മതി, ഇനി കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഫിഷ് പിടിക്കുക, ഫിഷ് ക്യാച്ചിങ്ങിന് പോയി. സ്നോ കാണാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അത് പിന്നെ വാട്സപ്പിൽ നമുക്ക് വീഡിയോ കളിച്ചെന്നില്ല, ഒരു ബലൂണൊക്കെ എടുത്ത് നല്ല സീനിയർ വെച്ചിട്ട് അത് ചെയ്യാം. രണ്ടാമത് നമ്മൾ ഈ വെയിലും ഇതിലൊക്കെ കാണാൻ ഫുൾ പച്ചപ്പ് മലയോര മേഖല ഇങ്ങനെ നടന്നിട്ട് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഓന്റെ ഏരിയയില്. പിന്നെ ഓ പറഞ്ഞാണ് നമ്മളോട് മാങ്ങ ജ്യൂസ് അല്ല ഇതിന്റെ ആപ്പിളിന്റെ ഇതിൽ പോകാൻ. അതൊക്കെ നമുക്ക് ഈ കൂട്ടത്തിൽ മേൽ കൂട്ടിയിട്ട് ചടപുടാണ് കഴിച്ചാൽ ഓക്കെ. അത് അങ്ങനെ നാളത്തോട് കൂടിയിട്ട് ഇവിടെ കാശ്മീർ ഫിനിഷ് ചെയ്തിട്ട് നാളത്തോട് ശ്രീനഗർ ഫിനിഷ് ആവുന്ന തോന്നുന്നില്ല. ഞാൻ എന്റെ ഒരു അഭിപ്രായം കൂടി പറഞ്ഞുതരാം. നാളത്തോട് കൂടി ഫിനിഷ് ആവൂലെങ്കിൽ ഇനിയും ഇവിടെ ഒരു റൂം ഇവിടുന്ന് രാത്രി ഇൻഷാല് രാവിലെ 9 മണിക്ക് വൈകി 10, 11, 12 നമുക്ക് നടത്തുള്ളൂ. 12 എന്തായാലും ഷുവറായിട്ട് അവിടെ റൂം എടുക്കണം. അവിടെ റൂം എടുക്കല്ല. അവിടെ എത്ര ഈ 10 എത്ര മണിക്കൂർ നിങ്ങൾ കാണാൻ നിൽക്കുന്നത്? ഈ 10 എത്ര മണിക്കൂർ കാണാൻ നിൽക്കുന്നത്? 1-2 മണിക്കൂർ അതിനുള്ളൂ. അപ്പൊ കൂട്ടിക്കോ 2-3 മണിക്ക് 3 മണിക്ക് അവിടുന്ന് അത് കഴിഞ്ഞു. 5 മണിക്കൂർ. പിന്നെ അവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ അതും കഴിഞ്ഞിട്ട് അതിന് ഒരു 2 മണിക്കൂർ കൂടി അവിടെ എന്തായാലും 7 മണി ഫുള്ള് പണി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എന്തായാലും അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്. ജമ്മുതാവി നേരെ പിടിച്ചോ പൈസ ടാക്സിയാ പോയി അങ്ങനെയൊക്കെ 100 കിലോമീറ്റർ പോന്നെ എവിടുന്ന് ഇവിടുന്ന്. പിന്നെ ചെറുക്ക അതൊക്കെ ഉണ്ടാവും, ചിലപ്പോ ഉണ്ടാവും. അപ്പൊ പോരാ വെച്ചിട്ട് കുട്ടികളെ കാണാൻ പുതിയ നമ്മളെ ഇഷ്ടമാണ്. നമ്മൾ ഇവിടെ പോയി നോക്കല് ഒരു ആരും മേടിച്ചും വേണ്ട. നമ്മളെ കണ്ണിന് കുളിർമന്റെ സ്ഥലം എവിടെ ഉണ്ടാവും അതേലും അതിന് വേണ്ടി നമ്മൾ ടൈം നമ്മളൊരു ദിവസം ഞാൻ സമയം കുറച്ച് കഴിഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ അടിപൊളിയാണ്. അത് രണ്ടേ നമ്മൾ കാണാൻ ഉദ്ദേശിച്ചു. അവിടെ കാണാൻ പ്രത്യേകിച്ച് അതുള്ളൂ. പിന്നെ വേണമെങ്കിൽ എക്സ്ട്രാ ഉണ്ട് നമുക്ക് അവിടെ ഏതെങ്കിലും ജമ്മുതാവിന്ന് ശ്രീനഗർക്ക് നമുക്ക് ഇത്ര റുപ്യക്ക് വരാനുള്ള കാരണം നിങ്ങൾക്കറിയോ? കിട്ടണം. അതല്ല അതേ സുബൈക്ക് തന്നെയാണ്. അതേ റേറ്റിനോട് പോകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. നമ്മള് മാത്രല്ല ജമ്മുതാവിക്ക് പിന്നെ ഷെയർ ടാക്സ് ഉണ്ട്. ഇവിടുത്തെ മറ്റേ ഓലൊക്കെ ഷെയർ ടാക്സിക്കുള്ള പരിപാടി ഇല്ലയോ? ഉണ്ട് ഷെയർ ടാക്സി. നമുക്ക് ഒറ്റക്ക് പണം തന്നുകൊണ്ടാണല്ലോ പിന്നെ അങ്ങനെ വണ്ടി ഇറക്കി തന്നത്. ഷെയർ ടാക്സി തന്നെയാണ്. ഇപ്പൊ നമ്മള് പ്ലാൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല, പോയി കടന്നോളിക്കൊള്ളുന്ന അല്ലെങ്കിൽ നമ്മളെ മറ്റേ ചാച്ചനെ വിളിച്ചു. ഇന്ന് ചതിച്ചിട്ട് നമുക്കൊരു 5-6 പാർക്ക് കാണാൻ വേണ്ടി എന്തിനാണ് ഞാൻ അതാ ചോദിച്ചത്. അതിനാണ് ഒന്നും കൂടി കാൽക്കുളർക്ക് കിട്ടുക. ഒന്നും വേണ്ട താജ്മഹൽക്ക് വിട്ടുകൂടി നിന്നാലും മനസ്സിന് സംതൃപ്തിയുള്ള ഒരു സ്ഥലമാണ് കൂടുതൽ. നല്ല മഴയാണ്. നാട്ടിൽ മഴ പേടിച്ചാണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പം ഇവിടെ വന്നപ്പോൾ ഇവിടെയും മഴ. ശ്രീനഗറിൽ നല്ല മഴ. എന്താ ഫുഡ് ഇല്ലാത്ത ഒന്നുമില്ല.
എന്താ ഫുഡ് കഴിക്കണേന്ന് റൊട്ടി നിങ്ങൾക്ക് വിശക്കണൊന്നുമില്ല ഇവിടുന്നല്ല ഇവിടുന്ന് വിടണം ഇവിടുന്ന് ഇപ്പൊ കഴിച്ചോത്ത് വെച്ചോ ബ്രോസ്റ്റ് അടിച്ചുകാണ്ട് മാട് മൂക്കറ്റം ബ്രോസ്റ്റ് അടിച്ചുകാണ്ട് കഴിഞ്ഞോ ഇതാണ് ആ ബ്രോസ്റ്റിന്റെ ടേസ്റ്റ് ഇല്ല ഉള്ള കാര്യം എത്ര ചങ്ങായി ഞാൻ അപ്പൊ പറഞ്ഞു നമുക്ക് മറ്റേത് മതിയെന്ന് ആ റോസ് ഇവരെ കാശ്മീരി ഫുഡ് ഇന്നലെ ബ്രോസ്റ്റ് സമാധാനം എനിക്കൊക്കെ പൈസ എടുത്തോ എത്ര ഞാൻ മിക്കവാറും കായൽക്ക് മുകളിലേക്കാരം पंकोरे का भाई है देखो आदमी मैं दूसरा देखा ये स्कूटी में फंस रहा है कितने में